ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കറുമുറയെന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിപ്സ് തയ്യാറാക്കിയെടുക്കും. അപ്പം നമ്മൾ സാധാരണയായിട്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടും അതുപോലെ തന്നെ വാഴക്കയും ചക്കയും അതുപോലെ തന്നെ മരിച്ചിനിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചിപ്സ് തയ്യാറാക്കി എടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിപ്സ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ചിപ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകി ഒന്ന് തുടച്ച് എടുക്കണം. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ സ്ലൈസസ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലൈസർ ഉപയോഗിച്ചിട്ടും നമുക്കൊന്ന് സ്ലൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു പീലർ വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീലർ വെച്ചിട്ടൊന്ന് ചെയ്ത് എടുക്കുന്നത്. നമുക്ക് സ്ലൈസറോ പീലറോ ഇല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് കനം കുറച്ചിട്ട് നമ്മൾ സാധാരണ പൊട്ടറ്റോ ചിപ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന പോലെ നല്ലതുപോലെ കനം കുറച്ചിട്ട് സ്ലൈസ് ആക്കി ഒന്ന് എടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ ഈ ഒരു ബീട്രൂട്ടും നല്ലതുപോലെ ഒന്ന് സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള ഈർപ്പൊക്കെ ഒന്ന് തുടച്ച് മാറ്റണം. അതിനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പ്ലേറ്റിൽ വെച്ചിട്ടാണ് ഞാനിതൊന്ന് തുടച്ചെടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇരുന്നത്. അപ്പോൾ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ട് ഇതുപോലൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ നമുക്ക് പറ്റുന്നിടത്തോളം നന്നായിട്ട് ഈർപ്പൊക്കെ ഒന്ന് തുടച്ച് എടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈർപ്പം പോയി കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈർപ്പം നമുക്കൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി 1 സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും എക്സസ് ആയിട്ടുള്ള വാട്ടർ കണ്ടൻ്റ് ഒക്കെ ഒന്ന് നമുക്ക് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ ഈ ഒരു ബീട്രൂട്ട് വെച്ച് ഇതുപോലെ ചെയ്യുന്ന ഇതേ രീതിയിൽ തന്നെ നമുക്ക് ക്യാരറ്റ് വെച്ചിട്ടും ചിപ്സ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ കോൺഫ്ലോർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡയറക്റ്റായിട്ട് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ആദ്യം ആവശ്യത്തിനുള്ള ബീട്രൂട്ടൊക്കെ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഈ എണ്ണയുടെ നമ്മൾ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലതുപോലെ എണ്ണ പതഞ്ഞ് വന്നിട്ടുണ്ടാവും. ഈ എണ്ണയുടെ പതയൊക്കെ നന്നായിട്ടൊന്ന് കുറഞ്ഞ് വരണം. നല്ലതുപോലെ കുറഞ്ഞ് വന്നതിന് ശേഷം വേണം നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാനായിട്ട്. ഇങ്ങനെ എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ ബീട്രൂട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ബീട്രൂട്ട് ചിപ്സ് കിട്ടുന്നത്. എണ്ണയുടെ പതയൊക്കെ കുറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സമയമായിട്ടിരിക്കും. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും, അതായത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുതിർന്നതുപോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എണ്ണയുടെ പത നന്നായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം വേണം നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാനായിട്ട്. ഇപ്പം ഞാൻ ഒരു ബാച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ബാച്ച് ബീട്രൂട്ടും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ബീട്രൂട്ടും ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമുക്ക് കറുമുറയെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് ചിപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.